Helen of Sparta. It's easy way. Yes, it's very easy way. ആരാണ് പറഞ്ഞത് ഇതൊരു ഈസി വേർഡല്ല, നല്ല പേരല്ല? മനോഹരമായിട്ടുള്ളൊരു പേരാണ്. നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസറാണ്. ചെറിയ കുട്ടികൾ മുതൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആദ്യമായിട്ടല്ല ഒരാൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും റോട്ടിലൂടെ പോകുമ്പോൾ പോലീസ് ചെക്കിങ്ങിൽ പിടിക്കുന്നതും നിർത്താതെ പോകുന്നത് നിങ്ങൾ പറയുന്നത് പോലെ അയ്യോ ഒരു നിമിഷം. നമുക്കതിന് മുൻപ് ഹെലൻ പറഞ്ഞ ആ വീഡിയോ കണ്ടിട്ട് വരാം, എന്നിട്ട് സബ്ജക്റ്റിലോട്ട് പോകാം. എന്താ, അതല്ലേ ശരി? നോർമൽ ഞാൻ ഡിവൈഎസ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ നോർമൽ ഞാനൊരു സ്ത്രീയാണ് എന്ന് വിചാരിക്കാം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് വിചാരിക്കാം, ഞാൻ ആർക്കും അറിയില്ല. ഈ പറയുന്നത് പോലെ ഡ്രങ്കൻ ഡ്രൈവിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഊതി പെറ്റി അടച്ചു, നെക്സ്റ്റ് എന്തായിരിക്കും ചോദിച്ചു, നിങ്ങൾ കോടതി പോയി അടക്കം അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ന്യൂസ് വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ബിക്കോസ് നിങ്ങൾ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യൂസ് വരും. ഈ പറഞ്ഞതുപോലെ അത് വിഷയമുള്ള കാര്യമല്ല കേട്ടോ, വിഷയമുള്ള കാര്യമല്ല, ഞാൻ നിഷേധിക്കുന്നില്ല. എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണത്. ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യൂല, ഒരിക്കലും ഐ പ്രോമിസ് യു ദാറ്റ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുകയില്ല. മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ എന്റെ പേര് മര്യാദക്ക് പഠിക്കണം. നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഫോണിലൊക്കെ ഹെലൻ ഓഫ് സ്പാർട്ട ഇറ്റ്സ് ആൻ ഈസി വേർഡ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് എന്നത്. രണ്ടാമത്തെ കാര്യം, ഒന്നെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കോൺടാക്ട് നമ്പറോ എന്റെ ഫാമിലിയിൽ ആരെങ്കിലും കോൺടാക്ട് നമ്പർ കിട്ടും, നിങ്ങൾക്ക് ചോദിക്കാം. എന്റെ കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ, എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, എന്നെ പോലീസ് വിലങ്ങ് വെച്ച് അറസ്റ്റ്, ഞാൻ ആരും കൊന്നിട്ടില്ല. ഈ പറയുന്ന പോലെ ഞാൻ ഒരാളുടെ 5 പൈസ ഞാൻ എടുത്തിട്ടില്ല, ഒരാളെ കൊന്നിട്ടോ ഈ പറയുന്ന ഒന്നും ചെയ്യാത്ത എന്റെ ന്യൂസ് അത് നല്ലതാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ എനിക്ക് ഈ മാപ്രകളോട് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങൾ വെച്ച ഫോട്ടോസ് ഒക്കെ അടിപൊളിയാണ്. ഈ അല്ലാത്ത ആൾക്കാർ എപ്പോഴും എന്റെ പണ്ടത്തെ ഞാൻ ബോബ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഫോട്ടോസ് വീഡിയോ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് വിഷയം. നിങ്ങൾ വണ്ടി നിർത്താതെ പോകുന്നു. ഓക്കെ, ആദ്യമായിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ആദ്യത്തെ വനിതയൊന്നുമല്ല താങ്കൾ. അങ്ങനെ കരുതണ്ട. മാധ്യമങ്ങൾ, താങ്കൾ വന്നിരുന്ന മാധ്യമങ്ങളെ തെറി വിളിക്കുമ്പോൾ ചിന്തിക്കുക, എന്തുകൊണ്ട് താങ്കളുടെ ന്യൂസ് എല്ലാ ചാനലിലും വന്നു എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താങ്കൾ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും സമൂഹത്തിൽ ചെയ്യുമ്പോൾ അത് ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഇൻഫ്ലുവൻസർക്ക് വേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. മനസ്സിലായില്ലേ? അതിമനോഹരമായൊരു പേരുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. മനസ്സിലായോ? അതിബുദ്ധിമതിയായൊരു കുട്ടിയാണ്. പക്ഷെ ശങ്കരാടി പറഞ്ഞ പോലെ വകതിരിവ് വട്ടപൂജ്യമേ. എന്നിട്ട് ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ വന്ന് കളിയാക്കുകയാണ്. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ആഴം എന്തെന്ന് നിങ്ങൾക്കറിയില്ല. പുറത്ത് നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങളുടെ വീഡിയോയിൽ പറയുന്ന പോലെ സാധാ വ്യക്തി എന്ന നിലയിൽ ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷെ നിങ്ങളെപ്പോലെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിവരക്കേടുകൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മിക്ക ചാനൽ വീഡിയോകളിലും പച്ചത്തെറികളാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വകതിരിവ് വട്ടപൂജ്യമെന്ന് ഞാൻ പറയാനുണ്ടായത്. കാരണം നിങ്ങൾ പറയുന്ന ഈ തെറികൾ പോലും ഫോളോ ചെയ്യുന്നവരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത്രയധികം ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആകുമ്പോൾ നിങ്ങൾ സമൂഹത്തിൽ നടക്കേണ്ട ഒരു രീതിയുണ്ട്, പറയേണ്ട ഭാഷകൾക്ക് ലിമിറ്റുണ്ട്, പെരുമാറേണ്ട രീതികളുണ്ട്. അതുപോലും മനസ്സിലാവാതെ ഇതെന്തിനാ മാപ്രകൾ ഇങ്ങനെ എൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതുതന്നെയാണ് അതിനുള്ള ഉത്തരം. മറ്റുള്ളവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോലത്തെ ഒരു ഇൻഫ്ലുവൻസർ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർ നോക്കിക്കാണും. അപ്പോൾ കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ആദ്യമായി മദ്യപിച്ച് വണ്ടി ഓടിച്ചൊരു വലിയ ധീരയായിട്ടുള്ള വനിത നിങ്ങൾ പറയുന്നത് പോലെ അതിൻ്റെ ലേറ്റ് വട്ടത്തിലൊരു വീഡിയോ വരണ്ട എന്ന് കരുതിയിട്ടൊന്നുമല്ല. മദ്യപിച്ചു എന്ന ബോധം നിങ്ങൾക്കുണ്ട്, അതിനുള്ള ഭയമുണ്ട്. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ സിറ്റുവേഷൻ സീനാണെന്നറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി എടുത്തു പോയി. പോലീസുകാർ ഒരു വനിതയായതുകൊണ്ട് തന്നെ മാന്യമായി പെരുമാറി. നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ അവർ മാന്യതയിൽ നിന്നും കുറച്ചുകൂടി മാന്യത കൂട്ടി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മാധ്യമങ്ങൾ ഇത്തരം ന്യൂസുകൾ ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് അറിയപ്പെടുന്നവരുടെ ന്യൂസുകൾ വരുമ്പോൾ സ്വാഭാവികമല്ലേ അവർ റിപ്പോർട്ട് ചെയ്യും. പിന്നെ പേരിൻ്റെ കാര്യം, ഹെലൻ കമോൺ, ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു? അതൊക്കെ തെറ്റിയെന്ന് വരുന്നത് താങ്കളുടെ വിവരക്കേടുകൾ ജനം ഓർക്കുന്നുണ്ടാവും, താങ്കൾ പറഞ്ഞ തെറി ഓർക്കുന്നുണ്ടാവും, താങ്കളുടെ പേര് ഓർത്തിരിക്കണം.
ബന്ധമില്ല. അതിന് മാത്രം ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല താങ്കൾ. മനസ്സിലാവുന്നുണ്ടോ? കുറേ നെഗറ്റീവ് തെറികൾ വിളിച്ച് നെഗറ്റീവ് പബ്ലിസിറ്റിയോട്ട് വളർന്നു വന്ന ഒരു ആൾ. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് കേരളത്തിൽ അല്ലേ? അതിലൊരാൾ മാത്രമാണ് താങ്കൾ. മനസ്സിലാവുന്നുണ്ടോ? താങ്കൾ തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് താങ്കൾ അത് തള്ളിക്കേറ്റല്ലേ മദ്യപിച്ചു എന്നുള്ളത് താങ്കൾ സമ്മതിക്കുന്നു. താങ്കൾ കാണിച്ച വിവരക്കേട് എന്താണെന്നും കൂടി മനസ്സിലാക്കുക. അല്ലാതെ ഇവിടെയുള്ള മാധ്യമങ്ങളോ അത് ചെയ്ത ഓൺലൈൻ റിപ്പോർട്ടേഴ്സിനോ ഒന്നും വന്നിരുന്ന് പുണ്ണിക്കരുത്. മനസ്സിലാവണ്ട? നിങ്ങളുടെ ഇന്നലെ ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞാനിത് ചിരിക്കുകയായിരുന്നു. എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഇന്ന് ചിരിക്കുന്നുണ്ടാവും. പിന്നെ താങ്കൾ അതിൻ്റെ മേലൊരു വീഡിയോ ചെയ്തു, അതിൻ്റെ മുതുക്ക് മേലൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടി വരും. പ്രതികരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ ചേച്ചി വീഡിയോ കാണുമെന്ന് എനിക്കാണെങ്കില്ല കേട്ടോ, കാണുമെന്ന് എനിക്കാണെങ്കില്ല, കാണാണെങ്കിൽ മനസ്സിലായിക്കൊണ്ടേ വെച്ചിട്ട് ഒരുപാട് വീഡിയോകളുണ്ട് നിങ്ങളുടെ. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ് പറയും, അത് നോക്കി അവനോ അമ്മയ്ക്കും അച്ഛനും പച്ചത്തെറി വിളിച്ചു പറയും. അവനോ വിവരമോ സംസ്കാരമോ ഇല്ല. അവനെപ്പോലെ തന്നെ നിങ്ങൾ പെരുമാറിയാൽ അവനും നിങ്ങളും തമ്മിൽ എന്താണ് ഹെലൻ വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളെ ഒരുപാട് കുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരുപാട് യുവാക്കൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ നിന്ന് വേണ്ടത് ക്വാളിറ്റിയുള്ള കുറച്ച് വേർഡ്സ് ആയിരിക്കണം, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പെരുമാറ്റമായിരിക്കണം. അല്ലാതെ മദ്യപിച്ചു വന്നത് വലിയൊരു സംഭവമായിട്ട് എടുത്ത് പറയലല്ല. മനസ്സിലാവുന്നുണ്ടോ? വണ്ടി നിർത്താത്തതിൽ അപ്പോളജൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അത് റിപ്പോർട്ട് ചെയ്ത ചാനലുകളെയോ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമൂഹത്തെയോ കുറ്റം പറയലല്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ സമൂഹത്തിൽ മാധ്യമങ്ങൾക്കുള്ള ധർമ്മം വലുതാണ്. അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലതൊക്കെ തെറ്റാറുണ്ട്, ചിലതൊക്കെ മനോഹരമായി അവർ ചെയ്യുന്നുമുണ്ട്. എല്ലാത്തിലും ഒരു ശരി തെറ്റുകളുണ്ട്. അല്ലേ? ഇപ്പോൾ വന്നിരുന്ന് പുച്ഛിക്കുന്നത് ഞാനടക്കമുള്ള സമൂഹത്തെയും മാധ്യമങ്ങളെയും ഒക്കെയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ആ തെറ്റിനെ വെള്ളപൂശിക്കൊണ്ട് വല്ലാണ്ട് മെഴുകരുത്. ഫോട്ടോ ഒക്കെ ഞങ്ങളും കണ്ടിരുന്നു, മനോഹരമാണ്. അല്ലെങ്കിൽ നീ പണ്ടേ സുന്ദരിയാണല്ലോ. അപ്പൊ ശരി, എലൻ ഓഫ്.